ഇതിന് എന്ത് വേണോ എടുത്ത് കഴിക്കാം. അങ്ങനെയല്ല, ഇത് വേറെയാണ്, അങ്ങനെ ഒന്നല്ല. ഇതൊന്ന് കഴിച്ച ഒരെണ്ണത്തിന് 100 രൂപ വരും. ഈ നിൽക്കുന്ന പന്നി മോനുണ്ടല്ലോ, അതായത് ആ കിളവനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്താ മുതിർന്നവരിങ്ങനെ പറയുന്നത്, ഇവളെന്ത് ഇങ്ങനെ കാണിക്കണം? അങ്ങനെ പറയും. എനിക്കറിയാം സംഭവം. പുള്ളിക്കാരൻ മോനെ എന്നിട്ട് കൊച്ചുമോളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. തങ്കഞ്ചേട്ടന്റെ താമര. സ്വന്തം രക്തബന്ധങ്ങളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് ഈ കാലം. എന്ന് വെച്ചിട്ട് എല്ലാ കുടുംബത്തിലും എല്ലാ രക്തബന്ധങ്ങളും നശിച്ചവന്മാരാണ്, അല്ലെ നശിച്ചവളുമാരാണെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും എവിടെയൊക്കെ എന്തൊക്കെയോ, എന്തിന് സ്വന്തം അപ്പനെ പോലും ചില സമയത്ത് വിശ്വസിക്കാൻ പറ്റത്തില്ലടേ. അങ്ങനത്തെ കഥകൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ കുടുംബത്തിന്റെ കേസും നല്ല കേട്ടോ പറയുന്നത്. എങ്കിലും അതുകൊണ്ട് ഇന്നത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലവും പണ്ടത്തെ കാലത്ത് എല്ലാ കാലത്തും കുറെ തല തെറിച്ച നാറികൾ, അത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ഇപ്പൊ ഈ കുറെ ഫുഡ് ചലഞ്ചുമായിട്ട് കുറെ ഫുഡ് വ്ളോഗേഴ്സ് ഇറങ്ങാറുണ്ട് അല്ലെ. മറ്റേ ഒരു പ്ലാറ്റിൽ കുറെ ഫുഡും വെച്ചിട്ട് കുറെ പൈസ അടിക്കി വെച്ചിട്ട് ഇത്ര കഴിച്ചാൽ ഇത്ര രൂപ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചലഞ്ചൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയുണ്ട്. അങ്ങനെ നമ്മുടെ ആൽഫുഡി സൂരജും ഒരു പരിപാടി ചെയ്ത് ഒരു കിളവന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. കിളവനെന്ന് ഞാൻ അങ്ങനെ വിളിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുള്ള പരിപാടിയൊക്കെ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ മുത്തച്ഛ അപ്പുപ്പ എന്നൊക്കെ വിളിക്കുമായിരുന്നു. ഇത് അങ്ങേര് മറ്റു തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്നത് കൊണ്ടാണ് അങ്ങേരെ കിളവനെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തതെന്ന് നിങ്ങൾ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. എന്തായാലും സൂരജ് ഇങ്ങനെ ഒരു കിളവന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഫുഡ് ചലഞ്ചുമായിട്ട്. നിരന്തരം അങ്ങേർക്ക് കുറെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആരെങ്കിലുമൊക്കെ സഹായിക്കണമെങ്കിൽ സഹായിക്കട്ടെ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ആരോരും ഇല്ലാത്ത ആൾക്കാരെ ചൂസ് ചെയ്തിട്ടാണ് സൂരജ് ഈ ചലഞ്ച് ചെയ്യുന്നത്. അല്ലാണ്ട് റാൻഡം ആയിട്ട് പോയിട്ട് വഴിയെ കാണുന്ന സെലിബ്രിറ്റികളെടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് ചലഞ്ച്, അങ്ങനത്തെ പരിപാടി അല്ല. കുറച്ച് പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ആരോരും ഇല്ലാത്ത വഴിയോരത്തിൽ കിടക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് സൂരജ് ഇതുപോലത്തെ ചലഞ്ച് കൂടുതലായി കൊടുക്കുന്നത്. ഒക്കെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ആ ചലഞ്ച് ഒന്ന് കണ്ടിട്ട് വരാം. എനിക്കറിയാം ഇന്ന് ഈ മാമ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല രാവിലെ. നമുക്ക് ഈ മാമൻ ഇതെല്ലാം കഴിപ്പിക്കാം. ഇതിന് എന്ത് വേണോ എടുത്ത് കഴിക്കാം. അങ്ങനെയല്ല, ഇത് വേറെയാണ്, അങ്ങനെ ഒന്നല്ല. ഇതൊന്ന് കഴിച്ച ഒരെണ്ണത്തിന് 100 രൂപ വരും. അതാണ്. ഒരു ലഡു വെച്ചാൽ 100 രൂപ വരും, ഒരു കട്ട്ലേറ്റ് വെച്ചാൽ 100 രൂപ വരും. എത്ര എണ്ണം കഴിക്കാൻ പറ്റും? ആ എടുത്തോ. രാവിലെ കഴിച്ചായിരുന്നാ? ഒന്നും കഴിച്ചില്ല. എടുക്കാം. സന്തോഷായ? ചലഞ്ച് ഏതാണ്ട് ഇൻസ്റ്റയിൽ കോടി കടന്നിരിക്കുകയാണ് മക്കളെ. കോടി. അത്രയും വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു, അത്രയും ജനങ്ങളുടെ സപ്പോർട്ട് സൂരജിനുണ്ടായിരുന്നു. അങ്ങനത്തെ ലെവലിലാണ് ഈ സാധനം പറന്നത്. പക്ഷേ ഇവിടെ സൂരജിന് തെറ്റുപറ്റി എന്നുള്ളൊരു കാര്യം പിന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ സൂരജിന് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. റോഡിൽ കിടക്കുന്ന എല്ലാവരുടെ ചരിത്രം ചകഞ്ഞ് അന്വേഷിച്ചിട്ട് പോയിട്ട് സഹായിക്കാനൊന്നും പറ്റത്തില്ല. വഴിയോരത്തിൽ കിടക്കുന്ന ആൾക്കാരെ സഹായിച്ചു. പക്ഷെ എന്തിനാണ് ഇയാളെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇങ്ങേരുടെ മകളോടും കൊച്ചുമകളോടും മോശമായി പെരുമാറി. ഏത് രീതിയാണെന്ന് മനസ്സിലായല്ലോ. ഇടയ്ക്ക് ആലുവയിൽ ഒരു നാറി, സ്വന്തം കൊച്ചപ്പനായിട്ടുള്ള ഒരു നാറി കുഞ്ഞുമോളോട് കാണിച്ച കഥ എല്ലാവർക്കും അറിയാലോ. അതുപോലത്തെ ഒരു ഡാഡി ഇല്ലാത്ത പരിപാടി തന്നെയാണ് ഈ കിളവന് ഇവിടെ കാണിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പുറത്താക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സൂരജിന്റെ ഈ വീഡിയോ വൈറലായ സമയത്ത് ഒരു പെൺകുട്ടി ആ വീഡിയോയുടെ താഴെ പോയിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇയാളുടെ അടുത്ത് നിന്ന് എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്, വീട്ടിൽ വിളിച്ചേറ്റി തിന്നാൻ കൊടുത്ത് എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ കമന്റ് ഒക്കെ ഇപ്പൊ മുക്കിയിട്ടുണ്ട്, കാണാനില്ല. എന്നാൽ ആ പെൺകുട്ടി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറട്ടക്കളവൻ ശരിയല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം. ഈ നിൽക്കുന്ന പന്നി മോനുണ്ടല്ലോ, അതായത് ആ കിളവനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്താ മുതിർന്നവരിങ്ങനെ പറയുന്നത്, ഇവളെന്ത് ഇങ്ങനെ കാണിക്കണം? അങ്ങനെ പറയും. എനിക്കറിയാം. എന്തായാലും ഞാനിത് പറയാൻ പോകുമ്പോൾ ആൾക്കാർ എന്തൊക്കെ പറയുന്നുള്ളത് എനിക്കറിയാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷനുള്ള ഞാനിപ്പോ അവിടെ ഒരു ചെറിയൊരു വീട് പോലത്തെ സംഭവം, വീടൊന്നുമല്ല എന്നാലും ആ ഒരു സംഭവമാണ് പുള്ളിക്കാരനെ അവിടെ ഇട്ടത്. അത് എന്തുകൊണ്ട് വന്നു? പലരും ജോലിക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്? എനിക്കറിയാം സംഭവം. പുള്ളിക്കാരൻ മോനെ എന്നിട്ട് കൊച്ചുമോളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. ഇതാണ് സംഭവം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞുതരാം. എല്ലാം നിങ്ങൾ കേട്ടിട്ട്. ഇതാണ് സംഭവം. ഈ പറട്ടക്കിളവനെ പുറത്താക്കിയതിന്റെ കാരണം ഇന്നതാണെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഈ പെൺകുട്ടി പറയുന്നത് സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കളവനെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങളൊന്ന് അന്വേഷിക്കണം. എനിക്ക് തോന്നുന്നില്ല ഈ പെൺകുട്ടിക്ക് വന്ന് കള്ളം പറയേണ്ട കാര്യമുണ്ടെന്ന്. അത് ആരോരുമില്ലാതെ വഴി കിടക്കുന്ന ഒരു കളവനെ പറ്റിയിട്ട് എന്തിനാണ് ഈ പെൺകുട്ടി വന്ന് കള്ളം പറയുന്നത്? അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. സീരിയസ്ലി അറിയത്തില്ല. സത്യം പറഞ്ഞ നല്ലവന്മാരുടെ ഫേസും വെച്ച് വലിയ പാവമായിട്ടൊക്കെ നടക്കുന്നവന്മാരാണ് ഏറ്റവും ഡാഡി ഇല്ലാത്ത പരിപാടികൾ സമൂഹത്തിൽ കാണിക്കുന്നത്.
ആ ഒരു ഗണത്തിൽപ്പെട്ടതാവാം മേ ബി ഈ കിളവൻ. എന്തായാലും ഈ പെൺകുട്ടിക്ക് ഒരിക്കലും ഈ കിളവനെ ചെളിവാരി അടിച്ചിട്ടൊന്നും നേടാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെൺകുട്ടി പറയുന്നതിൽ വാസ്തവമുള്ളത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്നാലും തക്കതായ രീതിയിൽ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കിളവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങേർക്കെതിരെ കേസെടുക്കണം. ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിളവൻ ഏത് വീട്ടിലാണ് താമസിച്ചത് ആ വീട്ടുകാരടുത്ത് പോലീസ് അന്വേഷണവുമായി പോയിട്ട് ഈ പെൺകുട്ടി പറയുന്ന വാസ്തവമാണോ എന്ന് അന്വേഷിക്കണം. അതിനുശേഷം വീട്ടുകാർ അത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിളവനെ അറസ്റ്റ് ചെയ്യണം. പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ വീട്ടുകാർ ഈ കിളവനെതിരെ നേരത്തെ കേസ് കൊടുക്കാത്തത് സ്വന്തം അപ്പൻ അല്ലെങ്കിൽ സ്വന്തം അപ്പൂപ്പൻ ഇങ്ങനെയൊക്കെ ചെയ്ത് അതൊരു നാറ്റപ്പേരായി മാറണ്ട എന്ന് വെച്ചിട്ടായിരിക്കും കിളവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. മേ ബി അങ്ങനെ ആവാം, അറിയത്തില്ല. എന്തായാലും പെൺകുട്ടി ബാക്കി പറഞ്ഞോട്ടെ. എന്റെ അച്ഛന് പണ്ട് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരന്റെ കമ്പനിയായ ഒരാളാണ് ഈ കിളവനായിട്ട് കമ്പനിയായി അച്ഛൻ എന്തോ ഒരു കഷ്ടകാലം. എന്നിട്ട് പുള്ളിക്കാരനായിട്ട് കമ്പനിയായി ഇടയ്ക്കിടയ്ക്ക് വീട്ടിനകത്തല്ല മീൻസ് അങ്ങനെ വരും, അങ്ങനെ സംസാരിക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഒരു ദിവസം ഇങ്ങനെ പപ്പിയൊക്കെ കൊണ്ട് തരുന്നത് ആ കിളവൻ എനിക്ക് പപ്പിയൊക്കെ ഇങ്ങനെ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം അവിടെ എന്താണ് ഒരു കമ്പനി ഓൾറെഡി അവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എന്റെ അച്ഛന് തന്തയുടെ പ്രായമുണ്ട് മോന്. എന്നിട്ട് ഞാൻ പറയുന്നത് എന്നിട്ട് മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് തൊട്ടോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കളിക്കുക. അതായത് പ്രൈവറ്റ് പാർട്ടിൽ തൊട്ട് കളിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ട് ബാക്കിലോട്ട് നിൽക്കാം, എന്നെ കെട്ടിപ്പിടിക്കണം, എന്റെ ബ്രസ്റ്റിൽ ടച്ച് ചെയ്യണം, അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് കിസ് അടിക്കണം, കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് നോ പറഞ്ഞു. അന്ന് അതൊന്നും നടന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു. അതിനുശേഷം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ കുറെ മാണങ്ങൾ വരും. ഈ സംഭവം നടന്ന് കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ മമ്മിയോട് പറയുന്നത്. അവർ നമുക്ക് മനസ്സിലാവും ഒരാൾ ഇങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ അവിടെ ഇതുകൊണ്ട് ഞാൻ കുറച്ച് നാൾക്ക് ശേഷം പറഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പൊ മമ്മിയാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഐ വാസ് ലൈക്ക് എന്നുള്ള രീതിയിലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. കിളവന് ചെറിയ കഴപ്പൊന്നും അല്ലായിരുന്നു കേട്ടോ, നല്ല ഒന്നാം തരം കഴപ്പാണ്, കുത്തി കഴപ്പ്. ആ കഴപ്പിനുള്ള സാധനം സത്യമായി ഇടി കൊടുത്ത് നിർത്തേണ്ടതായിരുന്നു. എന്തോ ഇവിടെ എന്തൊക്കെയോ വശപ്പശക്ക് ഈ ഒരു കേസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ വീട്ടുകാർ എന്തിനാണ് ഈ കിളവനെ ഇറക്കി വിട്ടതെന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ഈ പെൺകുട്ടി പറയുന്നതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളും തിന്നാൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇങ്ങനത്തെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, അത് വേറൊരു കാര്യം. ചിലപ്പോൾ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ അങ്ങേർക്ക് നമ്മൾ റൂട്ട് ചെയ്താൽ വരും എന്നുള്ളൊരു മൈൻഡ് തോന്നിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ അപ്രോച്ച് ചെയ്തത്. അവസാനം പെൺകുട്ടി അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കിളവൻ കൊള്ളാം കേട്ടോ, നല്ല സൂപ്പർ കിളവൻ. ഈ പെൺകുട്ടി പറയുന്നത് ശരിയാണെങ്കിൽ അടിപൊളി കിളവൻ. എന്തായാലും ഈ പെൺകുട്ടിക്ക് അങ്ങയുടെ ചരിത്രം എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്കുണ്ടായ അനുഭവം സ്വന്തം അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പം ആ അമ്മയാണ് പറഞ്ഞത് ഈ കിളവ് ഇങ്ങനെയൊക്കെയുള്ള ടൈപ്പാണെന്ന്, അതായത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഇന്ന കാരണത്താലാണെന്ന്. അപ്പോഴും എനിക്ക് അവിടെ ചോദ്യചിഹ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അറിയാമായിരുന്നിട്ടാണോ ഈ കിളവനെ, ഇങ്ങനെയുള്ള ഒരു കിളവനെ ഈ പെൺകുട്ടി വീട്ടിൽ വിളിച്ച് തിന്നാൻ കൊടുത്തതെന്നൊരു ചോദ്യചിഹ്നം എനിക്ക് അവിടെ വന്ന്. അപ്പൊ മൊത്തത്തിൽ എന്തോ ഒരു വശപ്പശക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടി പറയുന്നതിലല്ല എവിടെയൊക്കെ എന്തൊക്കെയോ കണക്ട് ആവുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം, ബാക്കി കേട്ട് നോക്കാം. ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ എന്റെ വീട്ടിൽ നിന്നാണ്, എന്റേതല്ല അയാളുടെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്, പുള്ളിക്കാരന്റെ മക്കൾക്കോ അങ്ങനെ ഈ കളവൻ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയതോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഇരുന്നിട്ട് പിടിക്കുന്ന പോലെ തോന്നിയതോ അല്ലെങ്കിൽ ഞാൻ എന്തോ അല്ലെ കള്ളു പിടിച്ചോ അല്ലെ ഡ്രഗ്സ് ഉപയോഗിച്ചോ അങ്ങനെ എനിക്ക് തോന്നിയ കാര്യങ്ങളല്ല, എന്നോട് പറഞ്ഞ് സാക്ഷിയായിട്ട് മുന്നിൽ എന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. കാരണം പുള്ളിക്കാരൻ ഇപ്പൊ നിങ്ങൾ തന്നെ ചിന്തിക്കുക, എനിക്കിപ്പം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് എവിടെയെങ്കിലും കിടക്കുന്ന അല്ലെങ്കിൽ റോഡിൽ കിടക്കുന്ന ഒരു അപ്പച്ചനെ പറ്റിയിട്ട് എനിക്ക് വന്ന് അപവാദം പറയേണ്ട ആവശ്യമില്ല. എനിക്കെന്ത് നേട്ടമാണ് അതിലുള്ളത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഈ മോശം അങ്ങേർക്ക് എന്ത് ധൈര്യത്തോടെ എന്നോട് ഇത് പറയേണ്ടി എനിക്ക് എന്തുകൊണ്ട് ധൈര്യത്തോടെ നിങ്ങളോട് പറഞ്ഞോളാം കേസ്. ഇതൊക്കെ വളരെ ഒരു റിയാക്ട് ചെയ്യേണ്ട ആവശ്യം പോലില്ല കേസ്. അല്ല വാണം. അല്ല, ഈ പെൺകുട്ടി പറയുന്ന ഒരു പോയിന്റ് കറക്റ്റ് ആണ്. വഴി കിടക്കണ ഏതെങ്കിലും കിളവനെ പറ്റിയിട്ട് ഈ പെൺകുട്ടി എന്തിനു വെറുതെ അപവാദം പറഞ്ഞുണ്ടാക്കുന്നത്? അതിന്റെ ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ പറഞ്ഞൊരു പോയിന്റ്. അങ്ങനെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും എവിടെയോ എന്തോ നോക്കാം. ഈ കിളവൻ ഇങ്ങനെ ഒരു നാറിയാണെങ്കിൽ ഉറപ്പായിട്ട് സൂരജ് തന്നെ ആ കിളവനെ എക്സ്പോസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ നന്മമരം ചമഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ സഹതാപം പിടിച്ചു പറ്റി തങ്കം ചേട്ടന്റെ ആ സാധനം പോലെയാണ് ഞാനാണ് തങ്കം ചേട്ടൻ, ആ സാധനം പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തങ്കം ചേട്ടൻ ഇമാതിരി ഒരു നാറിയാണെങ്കിൽ അവനെ എക്സ്പോസ് ചെയ്തേ പറ്റത്തുള്ളൂ. സൂരജാണ് അത് ചെയ്യേണ്ടത്, ഉള്ള കാര്യം പറയാം. അതുപോലെ അങ്ങനെ ഒരു പരട്ടക്കളവനാണ് ഇവനെങ്കിൽ ഉറപ്പായിട്ട് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്താക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ നാളെയും ഏതെങ്കിലും കുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ ഒക്കെ ഇതേ മോശം അനുഭവം ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സൂരജ് പറയും, നമുക്കൊന്ന് കേട്ടോക്കാം. വേറൊരു വീഡിയോയുടെ ഇടയിൽ കൂടി പറഞ്ഞു പോയതാണ്, കേട്ടോക്കാം. ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരും എനിക്ക് പേഴ്സണലായിട്ട് അറിയാന്നുള്ള ആൾക്കാരല്ല. ഇപ്പൊ നമ്മളെ കൺമുന്നിൽ വന്ന് പെടുമ്പോഴാണ് നമ്മൾ അവരെ എന്തെങ്കിലും ഹെൽപ്പായിട്ട് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, പല ഇൻഫ്ലുവൻസർമാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇവരാരാണെന്നോ, ഇവരെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ, ഇവരെന്ത് ചെയ്തിരുന്നെന്നോ, ഇവരെവിടെ നിന്ന് വന്നവരാണെന്നോ എന്ന് ഞാൻ നോക്കാറില്ല. ഞാനെന്നല്ല ആരും നോക്കാറില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഹെൽപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഇതൊന്നും അന്വേഷിക്കാറില്ലല്ലോ. ചിലപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇവരുടെ പല കാര്യങ്ങൾ അറിയണത്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ
നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ അറിയുന്നത്. പിന്നെ ഇപ്പൊ ഇതൊക്കെ കാണിച്ചുകൊണ്ട് എന്തിനു വീഡിയോ ചെയ്യണമെന്ന് ചോദിക്കുന്നവർക്ക് കുറച്ച് കുട്ടികൾക്ക് ഇതുപോലെ പഠിക്കാൻ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് മേടിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഇതുപോലെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അത് വലിയ സഹായമാകുമെന്ന്. ആ വീഡിയോ കണ്ടതിന് ശേഷം കേരളത്തിലകത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടന്റെ വീഡിയോ കണ്ട് ഒരുപാട് സന്തോഷമായി, അതുപോലെ പറ്റുന്ന രീതിയിൽ നമ്മളും പലർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ചെറിയ സഹായം പല ആൾക്കാർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് കാണുന്നവരെ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന നമുക്ക് അവരുടെ പണ്ടത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, നമ്മൾ അതൊന്നും അന്വേഷിക്കാറുമില്ല. അപ്പൊ എല്ലാവരും പറ്റുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക. ഓക്കെ, സൂരജ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ്. വേറെ ഒന്നുമല്ല, ഈ സഹായത്തിന്റെ കേസല്ല ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ നമ്മൾ സഹായിക്കുന്ന എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ടും ചരിത്രവും ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും സഹായിക്കാൻ പറ്റത്തില്ല. സൂരജ് ഇവിടെ തെറ്റുകാരനെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും സൂരജ് പറ്റുമെങ്കിൽ ഈ കളവൻ ഇങ്ങനെയുള്ള കളവനാണെങ്കിൽ അതൊന്ന് എക്സ്പോസ് ചെയ്യണം. കാരണം ഇത്രയൊക്കെ ഭയങ്കര ജനപിന്തുണനെ ഉടുപ്പിച്ച ഒരു വ്യക്തിയാണല്ലോ സൂരജ്, ഈ കളവന്. അതുകൊണ്ട് ഉറപ്പായിട്ട് സൂരജ് ഈ ഒരു കളവന്റെ ചരിത്രം ഒന്ന് കിട്ടിപ്പൊക്കിയാൽ നല്ലതായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ചെറ്റത്തനം ചെയ്തിട്ട് സമൂഹത്തിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല അവനെ പോലെ ഉള്ളവന്മാര്, കേട്ടോ. അതുകൊണ്ട് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ പെൺകുട്ടിക്ക് ഇങ്ങനെ കരിവാരി തേച്ചിട്ടൊന്നും കിട്ടാനില്ല. അങ്ങനെ ഒരു കാര്യം കൂടി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി പെൺകുട്ടിക്ക് ഈ പറഞ്ഞതുപോലെ ഇവരെ കുടുംബ പ്രശ്നം വല്ലതോ ആണോ ഒന്നും അറിയത്തില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കളവൻ ഇങ്ങനത്തെ ഒരു നാറിയാണെങ്കിൽ ഉറപ്പായിട്ട് ജയിലിൽ പിടിച്ചിടേണ്ട കേസ് തന്നെയാണ്, ഒരിക്കലും വെറുതെ വിടേണ്ട കേസല്ല. പെൺകുട്ടി പറഞ്ഞതുപോലെ ഒരു പരനാറിയാണെങ്കിൽ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഈ കളവൻ ആരെങ്കിലും അറിയെങ്കിലും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ടണം. ബൈ.